ഇന്നിപ്പോൾ വഴുതിനങ്ങ വറുക്കാൻ പോവാണ്. 4 വഴുതിനങ്ങ കിട്ടിയപ്പോൾ അത് ഇങ്ങനെ വട്ടത്തിൽ അത്ര നൈസാക്കി അരിയണ്ട കേട്ടോ. ഇത്തിരി ഒരു കനത്തിൽ അരിഞ്ഞ് കഴിഞ്ഞിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി 1/4 ടീസ്പൂണ്, 1 ടീസ്പൂണ് ഗരം മസാല ഞാൻ ഇവിടെ പൊടിച്ചതാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം ഞാൻ 1 സ്പൂൺ ഉപ്പിട്ടുണ്ട്. പിന്നെ കുറച്ച് ചേർക്കുക, അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് ഒഴിച്ചാലും മതി കേട്ടോ. ഞാനൊരു സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നന്നായി ഇളക്കി യോജിപ്പിച്ച് 1 മണിക്കൂർ 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിപ്പോൾ 1 മണിക്കൂർ വയ്ക്കുന്നുണ്ട്. നന്നായി അത് പിടിക്കണ വിധത്തിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ ഞാനിങ്ങനെ ഇളക്കി യോജിപ്പിച്ചാണ് അത് റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ്. 1 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വറക്കാനെടുക്കുകയാണ്. അപ്പോൾ ചട്ടി വെച്ച് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇത് ചൂടായി വരുമ്പോൾ നമുക്ക് ആദ്യം ഇത്തിരി വേപ്പിലയും ഒരു 2 പച്ചമുളകും കീറിയിട്ടത് ഒന്ന് വറുത്തെടുത്ത് മാറ്റി വയ്ക്കാം. ഒരു ഭംഗിക്ക് വെച്ചിടാൻ വേണ്ടിയിട്ട് ഞാനൊക്കെ ചെയ്യുന്നത്. തുടക്കത്തിൽ ചെയ്യാം. 2 പച്ചമുളകും കീറിയിട്ടത് ചേർത്തിട്ട് അത് നമുക്ക് മാറ്റി പെട്ടെന്നായി കിട്ടും. അപ്പം ഇതൊക്കെ അതിൻ്റെ ഒരു മണത്തിന് നല്ലതാണ്. അപ്പോൾ വഴുതിനങ്ങ കിട്ടി ഇങ്ങനെ വറുത്ത് വെച്ചോളൂ. കുറേ ഇത്തിരി നന്നായി മുരിയണമെങ്കിൽ നമുക്ക് വറുത്ത് മാറ്റി വയ്ക്കാം. അപ്പം അത്ര അങ്ങോട്ട് ഇതാക്കി എടുക്കുന്നത്, ഹാർഡാക്കുന്നില്ല. നല്ല ടേസ്റ്റാണ് അത് കഴിക്കാൻ കേട്ടോ. മീൻ വറുവൊക്കെ കഴിക്കില്ല അതുപോലെ. കൊണ്ടാട്ടം വറുക്കാന്ന് പറയില്ല, അതുപോലെ വറുക്കും. നല്ല ടേസ്റ്റാണ്. നമുക്കൊരു കൂട്ട് കറിയായിട്ട് അപ്പം അങ്ങനെ ഇട്ടിട്ട് നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് വറുത്തെടുക്കാം. അല്ലാതൊന്നും ഞാൻ കാണിക്കുന്നില്ല. 1-2 സ്റ്റെപ്പ് കാണിച്ച് നമ്മുടെ വീഡിയോയുടെ ലെങ്ത്ത് കൂടാണ്ടിരിക്കാൻ പറ്റും. ഇങ്ങനെയാകുമ്പോൾ എടുക്കണം. ഉള്ളൊക്കെ വേണം കേട്ടോ. നമ്മൾ വലിയ തീയിലിട്ടിട്ട് ചെയ്യരുത്, കാരണം അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു ലോ ടു മീഡിയത്തിലിട്ടിട്ട് ചെയ്യാം. അപ്പോൾ നല്ല മൊരുമൊരാന്ന് പുറഞ്ഞുണ്ടാവും. ഉള്ളത്രയുണ്ട് കരിയുന്ന പോലെ ആവരുത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വഴുതിനങ്ങ കിട്ടിയാൽ ഉണ്ടാക്കി നോക്കിയോളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ. താങ്ക് യു.